ഈ ഒട്ടും താടിയും മീശയും കിളിക്കാത്ത ആളുകളോട് കരടിത്തൈലം തേച്ചിട്ടുണ്ടെങ്കിൽ താടിയും മീശയും വരും എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലായാലും പോലും ഈ ബിയേർഡ് ഓയിൽ, മുസ്റ്റാഷ് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. അതിന് എന്താ പറയാ? ഞാൻ ഇത്രയോ നിങ്ങൾ പറയാനുള്ളൂ. എണ്ണയായാലും ശരി, ഈ താടി വരുന്നതാണെങ്കിലും ശരി, സി നമ്മളിപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരെ കഷണ്ടി കാണുന്നുണ്ട്. അങ്ങനെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ തലയിൽ മുടി വരുന്നുണ്ടെങ്കിൽ കഷണ്ടികൾ ഉണ്ടാവോ? ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നെയ്യൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വാരി തേക്കുന്നുണ്ടാവും. എന്നിട്ട് അങ്ങനെ എല്ലാവർക്കും താടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ എന്തില്ലാത്തവർ, താടി ഇല്ലാത്തവരുണ്ടാവില്ല. അതില്ലേ? മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. ഓരോ ആൾക്കാരുടെയും ശരീര പ്രകൃതി ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ചിലപ്പം എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു സപ്പോർട്ടേഴ്സ് ആണ്. ഓയിൽ ഒക്കെ സപ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ അതെടുത്താൽ എന്തായാലും വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ഈസ് എ പോസിബിലിറ്റി. അപ്പൊ ആ പോസിബിലിറ്റിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരും. അല്ലാതെ നമ്മൾ ചിന്തിച്ച ഇപ്പൊ ഒരാൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ല തിന്നിങ് ആയിട്ടുള്ള വീടാണുള്ളത്. അപ്പൊ ചിലപ്പോൾ ഞാൻ മിനോക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അടിപൊളിയായി വരാം. അപ്പൊ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് കരടി നെയ്യോ എന്തെങ്കിലുമൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഗ്രോത്തിന് ഫേവർ ചെയ്യാം. ചിലപ്പോൾ. പക്ഷേ ഈ പരസ്യങ്ങളിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുത്തനും വാങ്ങൂല. വാങ്ങുമോ? ഇല്ല. ചിലപ്പോൾ മുടി വരും, ചിലപ്പോൾ മുടി കൊഴിച്ചിൽ മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എണ്ണ തേക്കും? 10 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും ആ എണ്ണ വാങ്ങും. ഇനി പൈസയും കൂടെ കുറവാണെങ്കിൽ നോക്കണ്ട, വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ആരാണോ അത് ഉണ്ടാക്കുന്നത് അവൻ തീർന്ന് അത്രയും ബുക്കിംഗ് ആയിരിക്കും. ബിക്കോസ് ആൾക്കാർ പൈസ പോയാലും കുഴപ്പമില്ല, ഒരു പ്രാവശ്യം തേച്ച് നോക്കാന്ന് വിചാരിക്കും. അതാണ് ബിസിനസ്.